അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കോട്ടയംകാരനുമായിട്ടാണ്. നമ്മുടെ സ്വന്തം ബ്രോഡാഡി ഹോളിഡേയ്സിൻ്റെ പുതുപുത്തൻ സെഡോണുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, റിവ്യൂ വീഡിയോ. കുറച്ചൊക്കെ മിസ്റ്റേക്ക് കാണും, എല്ലാവരും ഒന്ന് സഹിച്ചേക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫസ്റ്റ് പ്രകാശിൽ ഫുൾ ബ്ലാക്ക് അടിച്ച് കിടന്നൊരു വണ്ടിയാണ്. പിന്നീടാണ് ഈ ഗ്രാഫ് അടിച്ചത്. അപ്പം അടിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ മറ്റൊരു ഓപ്പറേറ്ററിൻ്റെ വണ്ടിയാണെന്നുള്ള കിംബദന്തിയൊക്കെ പുറത്തൊക്കെ വന്നെങ്കിലും സംഭവം നമ്മുടെ ഒരു കോട്ടയംകാരൻ അച്ഛന്മാരുടെ വണ്ടിയാണ്. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി BS6 സെഡോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. AATB 2x2 ആണ്. ഒരു ബ്ലാക്ക് ബേസിൽ റെഡും ഗ്രേയും വൈറ്റും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. വന്നിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്ക് സെഡോണും കാര്യങ്ങളൊക്കെയാണ്. പ്രകാശിൽ നിന്ന് വരുന്ന സെയിം തന്നെ, ജസ്റ്റ് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് സ്പോട്ട് മറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. പുതിയ ബോഡി കോഡ് പ്രകാരമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ഒന്നും നിലവിൽ വണ്ടിക്കകത്തില്ല. പിന്നെ നമ്മുടെ പ്രകാശിൻ്റെ ലോഗോയും വിനൈൽ ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ BS6 ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടി ഫുള്ള് വിനൈൽ റാപ്പാണ്. ബ്ലാക്ക് പെയിന് ബേസിനകത്ത് വിനൈൽ റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഡിക്കി ഹൈറ്റ് കാണിക്കാൻ വന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ അറിയാം ബെല്ലിടിക്ക് എന്തുവാനും നോർമൽ എന്തുവാനും. ഇത് വന്നിട്ട് ബെല്ലിടിക്കാണ്, നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിന്നാണ്. ഇത് ബ്രോഡാഡിയുടെ സെഡോണാണ്. എൻ്റെ ഷോൾഡറിൻ്റെ ഹൈറ്റ് ഉണ്ട് ഇവിടുത്തെ ബീഡിങ്. ഇത് ഞാൻ മൊത്തം നിന്നാലും ഹൈറ്റ് ആകുന്നില്ല. ഇത്ര വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഡിക്കി സ്പേസ് തന്നെ നോക്കുക, അത്രത്തോളം ഹൈറ്റ് ഇതിൻ്റെ ഡിക്കിക്ക് വരുന്നതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് കൂടുതലായിരിക്കും. അപ്പം ഇതിൻ്റെ ഡിക്കി നമുക്ക് തുറക്കാം. ഇതിൻ്റെ താക്കോല് കിട്ടിയിട്ടില്ല, നോക്കിയില്ല കരുവേ. അപ്പം എനിക്കൊക്കെ സുഖത്തേണ്ട അകത്ത് കയറി ഇരിക്കാം. ഇതുവഴി കയറി പോകണം. ക്യാമറ അപ്പം ഫ്ലാഷ് ഓണാക്കാൻ ഒരു മിനിറ്റ്. അപ്പം എടാ പൂട്ടല്ലേ ബാക്കിന്ന്. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ ഡിക്കി സ്പേസും കാര്യങ്ങളും കാണാൻ ഞങ്ങൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് മൊത്തത്തിൽ കണക്റ്റഡ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം കണക്റ്റഡ് സ്പേസ് ആണ്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് കട്ട് ഓഫും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഓപ്റ്റിമൈസേഷൻ ആണ്. നമ്മുടെ ടോപ്പ് ക്യാരിയറാണ്. ഞാൻ അവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് ഡിക്കിക്കകത്ത്. നമുക്ക് ഇത് അടച്ചിട്ട് അത് തുറക്കാം. അങ്ങോട്ട് നമ്മൾ ബാക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഒരു കോമഡി. ഡയറക്റ്റ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജയഗുരുവിൻ്റെ സെഡസ്ത്ര കാണാം. ഇതാണ് സെഡസ്ത്രയുടെ ബാക്ക്. ബെല്ലിടിക്കാണ്. വണ്ടിക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ എടുത്ത സെഡോണാണ് ഈ കാണുന്നത്. ഹൈബ്രിഡ് സെഡോൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സെഡോണിൻ്റെ കവടും അസ്ത്രയുടെ ബാക്ക് ഇതിങ്ങനെ ആദ്യമായിട്ടാണ് ബസ് ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്നത്. പ്രകാശ് ഫസ്റ്റ് പീസാണിത്. അതായത് ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ സെഡോണ് നോർമൽ BS6 സെഡോൺ കവിള്, ബാക്ക് വന്നിട്ട് നമ്മുടെ അസ്ത്രയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത കവിളും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു മ്യൂട്ടേഷൻ എന്നൊക്കെ പറയാം. നമ്മുടെ ZWG ഒക്കെ പോലെ ഒരു മ്യൂട്ടേഷൻ വണ്ടിയാണിതും. അപ്പം ഇതിൻ്റെ മറ്റേ സൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഗ്രാഫ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നോക്കിയാൽ കാണാം. നല്ല ഒരു റെഡ് അബ്സ്ട്രാക്ട് ഗ്രാഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ചെയ്തവൻ എന്തായാലും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ അടി തട്ടാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇത്രയാണ് എക്സ്റ്റേണൽ കാര്യങ്ങൾ. നമുക്ക് ഇൻറ്റേർണലിലേക്ക് പോയല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ കാണും. നമ്മളിപ്പം സ്പെക്ട്രയുടെ വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് ഇത് പറയാഞ്ഞത്. അത്രയും ചിലപ്പുള്ളൊരു ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രോഡാഡി ബസ്സിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണിത്. BS6 ലൈലൻ്റാണ് വരുന്നത്. നമ്മുടെ 2025 മോഡൽ വണ്ടി. ഇത് ഇറങ്ങിയ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞേക്കാം. 2+2 ആണ് പ്രകാശിൻ്റെ നമ്മുടെ പുത്ത മോഡൽ. നമ്മുടെ ദശാവതാറിലൊക്കെ വരുന്ന ടൈപ്പ്, ആ ഒരു പ്രീമിയം ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ, നമ്മുടെ പുതിയ മോഡൽ വാട്ടർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ. വണ്ടി AC വണ്ടിയാണ്. ഇപ്പം നിലവിൽ സ്പെക്ട്രയിൽ വർക്കിന് കിടക്കുന്നേ ഉള്ളൂ. വണ്ടി പണി തീർന്നിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. ഈ വണ്ടിക്ക് വയറിങ് കാര്യങ്ങളൊന്നും വലിച്ചിട്ടില്ല. ഇനി എല്ലാം വലിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ബാക്കിൽ മുകളിലത്തെ ക്യാരിയറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പ്രകാശിൽ നിന്ന് ഇത് വെച്ച് വിടുന്നില്ല, നിങ്ങൾക്ക് കണ്ടറിയാം. നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് വരുന്നില്ലേ ഈ പാർട്ടിൽ വരുന്ന ക്യാരിയറും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി AC വണ്ടിയാണ്. ACയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TV സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയർ. വണ്ടിയുടെ വർക്ക് നടക്കണതേ ഉള്ളൂ. നമുക്കിപ്പം വന്നെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ടൈം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ സത്യത്തിൽ വന്നത്. കളർ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായല്ലോ, അതിൻ്റെ എടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവസാന നിമിഷം ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഇതൊരു സെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു പ്രത്യേകത ഈ വണ്ടികളിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സീറ്റിൻ്റെ ഇടയ്ക്ക് ചാർജിങ് പോർട്ടുകളും കാര്യങ്ങളും. ഇത് BS6 ഇപ്പോൾ ഉള്ളതാണോ എന്ന് ഞാൻ അത് അപ്പുറത്ത് 0 ഉളപ്പുണ്ട്, നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യാം. എന്നാൽ നമുക്ക് 2 സീറ്റിൻ്റെ ഇടയ്ക്ക് ഓരോ ചാർജിങ് പോർട്ട് വീതം അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. എല്ലാ സീറ്റിനും ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ് സ്പേസ് വന്നിട്ട് ഇത് ഇത്തിരി അടുപ്പിച്ചിട്ടേക്കുന്ന സീറ്റ്. ഒരു മിനിറ്റ്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് ചവിട്ടി പിടിക്കാനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് പുഷ് ബാക്ക് വണ്ടിയാണ്. മാക്സിമം പുഷ് ബാക്ക് റീക്ലൈനിങ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരാൾക്ക് ഇരുന്ന് കിടന്നൊക്കെ പോകാനും മാത്രമുള്ള സെറ്റപ്പ് വണ്ടിയിലുണ്ട്. പിന്നെ വണ്ടിയുടെ ക്യാബിനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ക്യാബിനാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ പക്ക പ്രകാശ് വൈബ്, ഫുള്ള് സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേണ്ട നമ്മുടെ BS6 ലൈലൻഡ് ക്യാബിനും കാര്യങ്ങളുമൊക്കെ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിരഞ്ജനൂടെ വന്നിട്ട് ഞാൻ എടുക്കാം, കാരണം ഇപ്പം നമുക്ക് ക്യാമറമാൻ ഇല്ല, അവന് വീഡിയോ എടുക്കാൻ പോയിക്കാണ്. വണ്ടി AC വണ്ടിയാണ്. വേണ്ട മണ്ടയ്ക്ക് ACയുടെ ഡെക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പം നമ്മുടെ പുതിയ ബോഡി കോഡിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്, ക്യാമറയും കാര്യങ്ങളുമൊക്കെ. ആൻഡ് ദ ലെജൻസ് വാട്ടർമാർക്ക് പ്രകാശ്. ഇതിപ്പം 955 വർക്ക് ഓർഡർ ഇയർ. അപ്പം പ്രകാശിൽ നിന്നുള്ള 955 വർക്ക് ഓർഡറാണ്. 2025 തോന്നുന്നു അത് ഉദ്ദേശിക്കുന്നത്, അതോ മൊത്തത്തിലാണോ എന്നറിയത്തില്ല. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയറിൽ കാണിക്കാനുള്ളത്. ഇനി കുറച്ച് കഥ കേട്ടാലോ. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ബ്രോഡാഡിയുടെ ക്യാബിനകത്താണ്. ഇത് BS6 ലൈലൻഡാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ലൈലൻഡിൻ്റെ ക്യാബിനിൽ വന്നിരിക്കുന്നത്, BS6ൻ്റെ. അപ്പോൾ നമ്മൾ ബ്രോഡാഡിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ട്രാവൽസാണ്. ഇവർ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ചെറിയ രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന തന്നെയാണ്. 2019-17 ആ കാലഘട്ടത്തിലാണ് ഇവർ ആദ്യമായിട്ട് ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കുറേ വണ്ടികൾ ഇവരുടെ ഈ വന്നു പോയെങ്കിൽ പോലും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഇവർക്ക് ഇതെല്ലാം നഷ്ടമാകുന്ന ഒരു സാഹചര്യം എത്തി. നമുക്കെല്ലാം അറിയാം, കോവിഡ് കാലഘട്ടത്തിൽ പല സംരംഭങ്ങളും ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഒന്നാണ് ടൂറിസം. കാരണം നമുക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ പല വണ്ടികളും നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മൾ സ്നേഹിച്ച പല വണ്ടികളും പല ഓണേഴ്സിനും അവർക്ക് കൈമാറേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം, നമ്മുടെ ടാക്സും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഇനി ഇല്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് കോട്ടയത്തെ ആദ്യത്തെ AITP സെഡോണുമായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഈ വണ്ടി വന്നിട്ട് കോട്ടയം ജില്ലയിലെ ആദ്യത്തെ AITP സെഡോണാണ്. അതും 2+2 ആണ്. ഞാൻ ഇൻറ്റീരിയർ തൊട്ടടുത്ത് തന്നെ കാണിക്കാം. പ്രകാശിൽ നിന്നും പോയി ഫ്രഷ് ലൈലൻഡ് ചേസ് എടുത്ത് അവർ കെട്ടി വന്നതാണ്. ഈ വണ്ടിക്ക് വളരെയധികം പ്രത്യേകത ഉള്ളത്, സെഡോണിൽ ഇറങ്ങിയത് തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കൂട്ട് തന്നെ സെഡോൺ ഫ്രണ്ടും ബാക്ക് അസ്ത്രയും വരുന്ന ആദ്യത്തെ ഹൈബ്രിഡ് വണ്ടിയാണ് ഇത്. പ്രകാശിൽ കറണ്ട് പോയപ്പം അസ്ത്ര സെഡോണിനാണോ സെഡോൺ അസ്ത്രയാണോ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ വന്നപ്പോൾ രണ്ടും കൂടെ ചേർന്നൊരു സങ്കരയിന സാധനമാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ BS6ൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കയറിയപ്പം ഇതിന് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് എവിടെ ഈ ഡോർ തുറക്കാനുള്ള സ്വിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ. സംഭവം ആവശ്യം പോലെ സ്വിച്ചുകളുണ്ട്, അനാവശ്യത്തിന് സ്വിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് AC-യുടെ മോണിറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ലൈലൻഡിൻ്റെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ. താക്കോലുണ്ട് നമ്മുടെ കയ്യിൽ, ഓണാക്കി കാണിക്കണമെന്നുമുണ്ട്. പക്ഷേ വേണ്ട, സെൻസർ വണ്ടി അതാ വേണ്ട, റിസ്ക്കാ. അപ്പം ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ ബട്ടൺ ഉണ്ട്. ഇത് വന്നിട്ട് എക്സ്റ്റേണൽ കട്ട് ഓഫ്, ഹസാർഡ്, സ്റ്റാർട്ട്, എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട്, AC-യുടെ ഓപ്ഷന്. ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ബൾബിൻ്റെയും കാര്യങ്ങളൊക്കെ. എയർ ബ്രേക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എന്തോ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ, വണ്ടിക്ക് സെൻസറാണ്. പിന്നെ അതേ ടൈമറും കാര്യങ്ങളൊക്കെ 1 hour എങ്ങാണ്ട് മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ ഫോക്കസ് ആവുന്നില്ല, ഞാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് എഡിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ക്യാമറയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ റേഡിയേറ്റർ ചെക്കിങ് ഏരിയ, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ്, മൊത്തത്തിൽ കുറച്ചുകൂടെ ഡാഷിൻ്റെ സ്റ്റാൻഡേർഡ് നല്ല രീതിക്ക് മാറി എന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ ഒരു BS3 വണ്ടിയും ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാബിൻ സ്പേസ് വളരെ കുറവാണ്. ഞാൻ BS3 വണ്ടി പേഴ്സണലി കയറിയിട്ടുള്ള ഒരാളാണ്. BS3യും BS4ഉം വെച്ച് നോക്കുമ്പോൾ BS6 എന്തുകൊണ്ടും ഡ്രൈവർ കംഫർട്ട് വളരെ അധികമാണ്. അതേപോലെ തന്നെ അതേ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യാനും ക്യാമറ ഉണ്ട്. ഇതേണ്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ കാണിക്കാനും ഡ്രൈവറിനെ മോണിറ്റർ ചെയ്യാനും ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാനും ഒരു ACയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പാസഞ്ചേഴ്സിലേക്കുള്ള വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ ഡോറിൻ്റെ ബാക്കിൽ അവിടെ ഫയർ എക്സ്റ്റിങ്ഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വയർ വലിച്ചിട്ടിരിക്കുകയാണ് ഓരോ വർക്കിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് പലരും പല വീഡിയോയിലും ചോദിച്ചു ഈ പൊട്ടിയൊക്കെ പോകാറുണ്ടോ എന്ന്. സത്യത്തിൽ ഇത് പൊട്ടി പോകുന്നതല്ലേ, ഇത് തുറക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ്. ഇത് അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്നു വരുന്നതാണ്, ഡ്രൈവറിന് കുറച്ചുകൂടെ എയർ ഫ്ലോ കിട്ടാൻ വേണ്ടി. ആൻഡ് ദർ ഈസ് ദ മുതൽ. ഇവനെ കാണിച്ചു തരാനൊരു നിർവാഹവുമില്ല,
വേണമെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് ഒളിഞ്ഞ് നോക്കിക്കണ്ടോ കേട്ടോ. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞ് നോക്കിക്കണ്ടോ. ഇത് മാനുവൽ ഫോക്കസിങ് ഇല്ലേ ക്യാമറയ്ക്ക്, അതുകൊണ്ട് കുറേ വിഷ്വൽസ് ബ്ലറായിട്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ഞാൻ അവന്മാരുടെ കൂടെ അകത്തേക്ക് പോവാം. അപ്പം പിന്നെ ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്ന മെയിൻ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സീറ്റേ ഉള്ളൂ ബാക്കിൽ. നമുക്കറിയാം 6 സീറ്റ് വരുന്നതാണ്, പക്ഷെ ഇവിടെ 5 സീറ്റേ ഉള്ളൂ. എനിക്ക് ഇരുന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ നടുക്ക് കാരിയർ വെച്ചിരിക്കുകയാണ് അവന്മാർ. ഇപ്പോൾ പ്രകാശിന് ഇത് മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുന്നില്ല. അവർക്ക് പുതിയ ബോഡി കോഡിൻ്റെ സീനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രകാശിന് ഇത് വെച്ച് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് വണ്ടിക്ക് അകത്ത് വെച്ച് അവന്മാർ തന്ന് വിട്ടേക്കാണ്. അപ്പോൾ ഇത് ഇനി നാട്ടിൽ വന്നിട്ട് ഇതും ലാഡർ വണ്ടിക്ക് ഡിക്കിയിൽ കാണും. ഡിക്കി നമുക്ക് തുറന്നു നോക്കാൻ താക്കോലുണ്ട്, ഞാൻ തുറന്നു കാണിക്കാം. അപ്പം ഡിക്കിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാഡറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് മറ്റ് സീറ്റുകളിലെല്ലാം സെൻറ്ററിൽ ഒരെണ്ണമാണെന്നുണ്ട്, ഇവിടെ എക്സ്ട്രാ ഒരെണ്ണോടെ വന്നിട്ടുണ്ട്, ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതും റിക്ലൈനിങ് ആണ്, ഇതിനും പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ബാക്ക് സീറ്റ് തെള്ളണമെന്നുണ്ട്, ആരോഗ്യമില്ലടേ, അതുകൊണ്ടാണ്. അപ്പം ഇതിനും റിക്ലൈനിങ് വന്നിട്ടുണ്ട്, ഓരോ ഇൻഡിവിജ്വൽ സീറ്റിനും വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇവിടെ ഇരിക്കുന്നവർക്കും കംഫർട്ടും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വണ്ടിയുടെ ഹൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് നോർമൽ ഒരു BS4 BS3 വണ്ടിക്കൊക്കെ ഈ ഒരു ഹൈറ്റ് വരെ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ക്വാർട്ടർ വരെയൊക്കെ കുറവാണ്. വലിയ വ്യത്യാസം കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഒക്കെ വ്യത്യാസം കാണും. അതെങ്ങനെയാണ് ഒരാൾക്ക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വണ്ടി കിടന്ന് തുള്ളുന്ന സമയത്ത് ഒരു ഹമ്പ് മതി മുകളിൽ കണ്ടിട്ട് തിരിച്ചു വരാം. BS6 വണ്ടികൾക്ക് ദൈവം സഹായിച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അതിപ്പം അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിന്നും ഗ്യാങ്സ്റ്ററും ഒക്കെ വന്നിട്ട് വെല്ലിടിക്ക് വണ്ടികളൂടാണ്. അവയ്ക്കൊക്കെ നല്ല ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് വന്നിട്ട് നമ്മുടെ നോർമൽ വണ്ടി ആയിട്ട് കൂടി നല്ല രീതിയിലുള്ള സ്പേസ്, അപ്വേർഡ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ചേർത്ത് സീറ്റിന് വീതി കൂടുതലും നമുക്ക് ഈ ഒരു സെൻറ്ററിലുള്ള അയലിന് വീതി കുറവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് വണ്ടിക്കകത്താണ്, ബ്രോഡാഡിക്കകത്താണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 പേരെ സ്പെക്ട്രെന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. പേര് പറയാം, അരുൺ. എവിടെ വീട്? എവിടെ? എൻ്റെ കൊട്ടാരക്കര. എൻ്റെ ഇവിടെ സാധനം ഉണ്ട്. എവിടെ? കൊട്ടാരക്കര തന്നെ. അവളക്കാട്. എങ്ങനെയാ വണ്ടി തപ്പി വന്നത്? അതോ വണ്ടി കാണാൻ വേണ്ടി വന്നേ? വണ്ടിയെ പറ്റി എന്താണ് അഭിപ്രായം? നമ്മുടെ അകത്ത് BS6 നമ്മളെ ഇപ്പം BS4 വണ്ടികൾ, പ്രകാശിന്റെ BS4 വണ്ടികളിൽ എന്തായാലും കയറിയിട്ടുണ്ടല്ലോ, ടൂറിസ്റ്റ് ബസ്സിൽ. BS3ലും കയറി കാണുമല്ലോ, മുഫാസല. അപ്പം BS6 അത് 8GB 2x2 കയറിയിട്ട് എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് കയറുന്നത് കൊള്ളാം. 2x2 നല്ല ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇരിക്കാനും പുഷ് ബാക്കെല്ലാം നല്ല കംഫർട്ടാണ്. ഞങ്ങളിത് വന്ന് കയറാൻ തൊട്ട് ഇതിനകത്ത് പുഷ് ബാക്കിന്റെ സ്വിച്ച് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇവന്മാരെല്ലാം പല വഴിക്ക് നോക്കിയിട്ട് അപ്പുറത്തെ സൈഡ് കിട്ടി, ഇപ്പുറത്തെ സൈഡ്. കോമഡി ആയിരുന്നു കേട്ടോ, അത് കോമഡി. ഇതിന്റെ അടി മൊത്തം കൂടെ നോക്കുമായിരുന്നു. സാധാരണ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതി നമ്മുടെ സീറ്റുകളുടെ ഈ ഒരു പാർട്ടിലായിട്ടാണ് നമ്മുടെ BS4 വണ്ടികൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലിവർ വരും. BS3ക്കും അങ്ങനെ. BS4 കഴിഞ്ഞിട്ടല്ലേ? അത് തന്നെ, സോറി, തിരിഞ്ഞു വരും. അപ്പം ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് തുറന്നു വരുമായിരുന്നു. സോ നിങ്ങൾക്കറിയാലോ, പ്രകാശിന് ചുമ്മാ ഇരിക്കലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്ന അസുഖമുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾ ഇനി ഒരു ബസ്സിൽ കയറി കാണുന്നുണ്ട്, BS6 2x2 ആണെന്നുണ്ട്. അതെ, ഇവിടെ ഒരു നീല ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് ഞെക്കി പിടിച്ചിട്ട് തള്ളി കഴിഞ്ഞാൽ മതി. എനിക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഒറ്റത്തല്ലിന് വരാനേ. വലിയടാ അങ്ങോട്ട്. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പം ആരോഗ്യമുള്ളവരെ കൊണ്ട് ഞെക്കിക്കണേ. അപ്പം അപ്പുറത്തത് വന്നിട്ട് അതിലും കോമഡിയാണ്. അപ്പുറത്തത് കണ്ട് പുഷും കാര്യങ്ങളൊക്കെയാണ്. വലിക്കാൻ അല്ല, താഴെ പുഷ് തെള്ളല്ലേ, സോറി, വലിയടാ പറയുന്നു, വലിയടാ. കണ്ട, ഇങ്ങനെ ഒരാളെ പുറകെ വെച്ചിരുന്നാൽ മതി, സെറ്റപ്പാണ്. ആരോഗ്യമൊന്നും ഇല്ലെന്നേ വന്നു. അപ്പം വണ്ടുമില്ലല്ലോ. വന്ന വഴിക്ക് അസ്തൂടമാണ് എന്നെ കുറ്റം പറയണത്. ഇവൻ ഒരു BMRന്റെ പണിക്ക് കയറുന്നവനാണ്. ആ BMR കഴുകാൻ വേണ്ടി പുള്ളി വേറെ ആളെ പുറത്തുനിന്ന് വെച്ചേക്കാണ്. പിന്നെ വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയത്, വണ്ടിയുടെ AC വെന്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം പണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു ബ്ലാക്ക് സാധനമാണ്, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് ഇത് 2 വാംലൈറ്റ് ആണ്. വാംലൈറ്റ് ആണോ കൂടുതലായിട്ട് ആയിരിക്കും? വാംലൈറ്റ് ആയിരിക്കത്തില്ലയോ? വാംലൈറ്റ് ആണ്. പിന്നെ അത് ചെറിയ 2 AC-യുടെ വെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് PA അനൗൺസ്മെന്റിന്റെ സ്പീക്കർ ആകാനാണ് ചാൻസ്, നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സ്പീക്കർ ആവാൻ ചാൻസ് ഇല്ല. ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതും ഹൈബ്രിഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതല്ലല്ലോ, എന്തിനാ സ്വിച്ച് എന്തിനാ? ക്യാബിനില്ല അല്ല, ഇത് സ്വിച്ചാ, ഞാൻ പറഞ്ഞില്ലേ. ഇത് സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവന്മാർ മൊത്തം പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഈ നീല സ്വിച്ചാണ്, ചോപ്പ് എന്തിനാണെന്ന് തമ്പുരാനറിയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബ്രോഡാഡിയുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ വർക്കും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വർക്ക് തീർന്നിട്ടില്ല, വണ്ടി വർക്കിന് ആവശ്യം പോലെ ബാക്കി കിടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കോട്ടയംകാരനെ കാണാൻ വേണ്ടി കോട്ടയത്ത് ചെല്ലുന്നതായിരിക്കും. അപ്പം അതുവരേക്കും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ദിവസം അടുത്തൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരേക്കും ദിസ് ഈസ് മാജിക് സൈനിങ് ഓഫ്.